പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സൗമ്യ. ഞാൻ വരണത് ചിറക്കിൽ നിന്നാണ്. ഞാൻ ഒരുപാട് ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപികയാണ്. പക്ഷേ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരാഴ്ച ക്ലാസ് എടുക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ 25 ദിവസം ഹോസ്പിറ്റലിൽ. വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഈ ഫീൽഡ് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ആശിച്ച് മോഹിച്ചിട്ട് കിട്ടിയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും എന്നോട് പറയും, തനിക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലാണ്ടാണ്, ദൈവത്തിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ വെച്ചിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ വല്ലാതെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ എനിക്ക് ഒരു തോന്നലുണ്ടായി, അൽഫോൻസമ്മ സഹനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വിശുദ്ധിയാവാനുള്ള ഒരു വിളി ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എന്നെ അങ്ങനെയാവോ വിളിക്കുക. എന്താണെങ്കിലും ഞാനപ്പോൾ എൻ്റെ അച്ഛനോടായിട്ട്, പള്ളിയിലത്തെ അച്ഛനോടായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങനെ ഒരു ബ്രദറിൻ്റെ ധ്യാനമുണ്ട്, ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ തോമസ് പോൾ ബ്രദറെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഏതാണ് തോമസ് പോൾ സാറെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഷാലോമിലൂടെ കണ്ടിരുന്നു, പേരെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഈ ആ ബ്രദറുടെ ധ്യാനമാണെങ്കിൽ ഞാൻ പോവാം. അപ്പം അങ്ങനെ ഞാൻ ജനുവരി 22 ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്തു. കുന്നംകുളത്ത് ഗാഗുൽത്തായിൽ ധ്യാനമായിരുന്നു. പക്ഷേ എനിക്കന്ന് പോകാൻ പറ്റിയില്ല, പെരുന്നാളായിരുന്നു പള്ളിയിൽ. പക്ഷേ അപ്പം എന്നോട് ബ്രദർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ബ്രദറിൻ്റെ ധ്യാനത്തിന് മോളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം വന്നു, എനിക്കൊന്നും തോന്നിയില്ല. രണ്ടാമത്തെ ദിവസം വന്നാൽ പറഞ്ഞു, ഞാൻ ഇനി മൂന്നാമത്തെ ദിവസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകണം. കാരണം എനിക്ക് എന്താണാവോ, എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം എന്തോ ഒരു തിരിച്ചറിവ് തരാത്തതെന്ന് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. കുമ്പസാരക്കൂട്ടിലാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. എനിക്കൊരു മാനസാന്തരം സംഭവിച്ചു എന്ന് പറയാം. കാരണം ഞാൻ കുമ്പസാരക്കൂട്ടിലിരിക്കും, എന്തൊക്കെയോ പറയും, അച്ഛനെ എന്തൊക്കെയോ ഒരു ആശീർവാദം തരും, പോകും. ഏത് നേരം നമുക്ക് അർത്ഥറിയാണ്ട്, ആശയം അറിയാണ്ടായിരുന്നു ഞാനൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നതിന് മുൻപായി ഈശോയോട് ഒന്നേ ചോദിച്ചുള്ളൂ, കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് അവിടെ നിന്ന്, എന്തെങ്കിലും ഒരു അത്ഭുതം കിട്ടിയിട്ടേ ഞാൻ ഈ കുമ്പസാരക്കൂട്ട് വിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ആശീർവദിക്കുന്നതിന് പകരം അവിടെ കുമ്പസാരക്കൂട്ടിലിരുന്നിരുന്ന ഈശോ എന്നോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കരുണയുടെ കൊന്ത ചെല്ല്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പറയണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനത് എന്താണാവോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പെട്ടി തുറക്കാണ്ട് അതായിരിക്കുമോ ഇനി ആ പെട്ടിയിലുള്ളത്. അപ്പോൾ വീണ്ടും അച്ഛനെ ഫാദർ എന്നോട് കുമ്പസാരക്കുട്ടിയിൽ നിന്നിട്ട് വീണ്ടും പറഞ്ഞു, ആദ്യം നീ ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതാണ് എൻ്റെ താക്കോൽ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറയാൻ പോയില്ല. പക്ഷെ ബ്രദർ ഇന്ന് ഉച്ചയ്ക്ക് ബ്രദർ പറഞ്ഞു, അവിടുത്തെ രാജ്യവും നീതിയുമാണ് നിൻ്റെ താക്കോൽ. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പോയി, ബ്രദറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു നിലവിളിക്കുന്നതായിട്ട് ഒരു ഇത് കണ്ടു. അങ്ങനെ തന്നെ ബ്രദറിനോട് എനിക്കിങ്ങനെ വയ്യ, ഞാനിങ്ങനെ അസുഖക്കാരിയാണ് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, ഉടനെ പോയിട്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ മുന്നിലിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദിവ്യകാരുണ്യ ആരാധനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വരുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങനെ നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ, ഒന്നും വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഒരു കുരിശു രൂപം കണ്ടു. കുരിശു രൂപത്തിൻ്റെ അടുത്ത് ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ഏൽ എന്ന് പറഞ്ഞ അങ്ങനെ എന്തോ ഒരു ഇത്. അപ്പം എനിക്കറിയണില്ലല്ലോ, അതെന്താ അങ്ങനെ പറയണേ കർത്താവെന്ന് നോക്കുക. കർത്താവ് ഇങ്ങനെ അതായത് ആ പ്രാണവേദന, അതാ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വേദന നന്നായിട്ട് ഫീൽ ചെയ്തു എനിക്ക്. അപ്പം ഞാനത് ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, വിഷമിക്കേണ്ട, നിനക്കൊരു വിളി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുമ്പസാരത്തിൽ ഞാൻ ബ്രദറിനോട് പറയാനായിട്ട് മറന്നുപോയത് സത്യത്തിൽ. അപ്പം മാധ്യസ്ഥം അപേക്ഷിക്കാനായിട്ട് ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പം അപ്പോഴാണ് എനിക്കന്ന് ആ കുമ്പസാരക്കൂട്ടിലുണ്ടായ അത്ഭുതം മനസ്സിലായത്. കാരണം അവിടെ ഇരിക്കുന്ന ഫാദർ എന്നോട് പറഞ്ഞത് ഇതാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒരു കരുണയുടെ കൊന്തെത്തിക്കുമ്പോൾ അതിൽ ഒരു രഹസ്യം നീ ഞങ്ങൾക്ക് പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കണം എന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ബോധ്യം വന്നത്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനകൾ നയിക്കാനാണ് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഇവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്.